നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാസപ്പിറവി കണ്ടില്ല. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം വ്യാഴാഴ്ച മുതൽ. മഞ്ചേശ്വരം ബന്ദിയോട് സർവീസ് റോഡിലുണ്ടായ കൂട്ട വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മംഗളൂരു സ്വദേശിയായ നിരഞ്ജനാണ് മരിച്ചത്. സുഹൃത്തിന് ഗുരുതരം. പരാജയഭീതി മൂലം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മതസ്പർദ്ധയുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായി BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. എല്ലാ തരത്തിലും പരാജയപ്പെട്ടപ്പോൾ വർഗീയ ധ്രുവീകരണമുണ്ടാക്കുവാനാണ് MLA ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും ML അശ്വിനി. കൊലക്കേസുകളിൽ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോളിൽ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയായി CPIM രക്തസാക്ഷിത്വ ഫണ്ട് മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. രക്തസാക്ഷിത്വം പണം സമാഹരിക്കുവാനുള്ള വേദിയായി CPIM മാറ്റിയെന്നും ജനീഷ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതിന്റെ ആഹ്ലാദത്തിൽ. വികസനോന്മുഖ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് ഈ അംഗീകാരം. KPMTUവിന്റെ പ്രഥമ സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ കോഴിക്കോട് CITU സെന്ററിൽ നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബോവിക്കാനം AUP സ്കൂൾ കുട്ടികൾ വനയാത്ര നടത്തി. പ്രകൃതി പഠനത്തിന്റെ ഭാഗമായാണ് 150 വിദ്യാർത്ഥികളുമായി ചമ്പിലാക്കൈ വനം സന്ദർശിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം വ്യാഴാഴ്ച മുതൽ. മാസപ്പിറവി കണ്ടതായി വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ബുധനാഴ്ച ശബാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ച റമദാൻ 1 ആയിരിക്കുമെന്ന് കാസിമ സംയുക്തമായി തീരുമാനമെടുത്തത്. അതേസമയം സൗദി അറേബ്യയിലെ തുമൈറിൽ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് മുതലാണ് റമദാൻ വ്രതാരംഭം. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ശബാൻ 30 പൂർത്തീകരിച്ച് ഫെബ്രുവരി 19 വ്യാഴാഴ്ച റമദാൻ 1 ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കാണാത്തതിനാൽ ഖാസിമാർ സംയുക്തമായി തീരുമാനമെടുക്കുകയായിരുന്നു. മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ വ്യാഴാഴ്ച വ്രതം ആരംഭിക്കുമെന്ന് സാദിഖ് അലി തങ്ങളും പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും അറിയിച്ചു. ശബാൻ 29 ചൊവ്വാഴ്ച റമദാൻ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്തതിനാൽ റമദാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് സംയുക്ത മഹൽ ജമാഅത്ത് ഖാദി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽബുഖാരി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധി C മുഹമ്മദ് ഫൈസി എന്നിവരും പ്രതികരിച്ചു. ശബാൻ 29 ഇന്ന് റമദാൻ മാസപ്പിറവി കാണുകയാണെങ്കിൽ വിളിച്ചറിയിക്കണമെന്ന് സംയുക്ത ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ നേരത്തെ അറിയിച്ചിരുന്നു. മാസപ്പിറ കാണുന്നതിനായി കോഴിക്കോട്, കടലുണ്ടി, പൊന്നാനി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. സൗദി അറേബ്യയിലെ തുമൈറിൽ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് വ്രതാരംഭം. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് മാസപ്പിറവി സ്ഥിരീകരിച്ചത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ചൊവ്വാഴ്ച മാസപ്പിറ ദർശിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ബന്ദിയോട് സർവീസ് റോഡിലുണ്ടായ കൂട്ട വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മംഗളൂരു സ്വദേശി നിരഞ്ജനാണ് മരിച്ചത്. മറ്റൊരു ബൈക്കിലുണ്ടായിരുന്ന നിരഞ്ജന്റെ സുഹൃത്ത് കൃതിക് ബെന്നി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ബുധനാഴ്ച പുലർച്ചെ 12:30 2 ബൈക്കുകളും പിക്കപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ ബന്ദിയോട്ട് സർവീസ് റോഡിൽ പുലർച്ചെ 12:30 കൂട്ട വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. മംഗളൂരു ഏനക്കല്ല് പടിനെടുക്ക ഹൗസിലെ സുരേഷ് റൈയുടെ മകൻ നിരഞ്ജനാണ് മരിച്ചത്. വിനോദയാത്രയ്ക്കായി 5 ബൈക്കുകളിലായി ഇറങ്ങിയതായിരുന്നു നിരഞ്ജനും സുഹൃത്തുക്കളും. കാസർഗോഡ് ഭാഗത്തുനിന്നും മംഗളൂരു ഭാഗത്തേക്ക് വരവെ ബന്ദിയോടെത്തിയപ്പോൾ എതിരെ വരികയായിരുന്ന പിക്കപ്പുമായി നിരഞ്ജനും കൃതിക്കും ഓടിച്ച ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ 2 പേരുടെയും നില അതീവ ഗുരുതരമായതിനാൽ ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയോടെ നിരഞ്ജൻ മരണപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്ത് മംഗളൂരു ശക്തിനഗർ നീതിനഗറിലെ കൃതിക് ബെന്നി ചികിത്സയിലാണ്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
പരാജയഭീതി മൂലം മഞ്ചേശ്വരം MLA AK അഷ്റഫ് മതസ്പർദ്ധയുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായി BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. എല്ലാ തരത്തിലും പരാജയപ്പെട്ടപ്പോൾ വർഗീയ ധ്രുവീകരണമുണ്ടാക്കുവാനാണ് MLA ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അശ്വിനി ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വരുമെന്ന ഭീതി കാരണം മഞ്ചേശ്വരം MLA AK അഷ്റഫ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ 5 വർഷത്തിനുള്ളിൽ പാലിക്കപ്പെടാൻ സാധിക്കാത്തതിനാൽ അതിനെ മറയിടാൻ വേണ്ടി ആദ്യം കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ സമരം നാടകം കളിച്ചു. പിന്നീട് ടോൾ പ്ലാസ തന്നെ ഇല്ലാതാക്കിയത് BJP ആണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവിടെയും MLA പരാജയപ്പെട്ടു. ഇപ്പോൾ SIRന്റെ പേരിൽ മഞ്ചേശ്വരത്തെയും കാസർഗോട്ടെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കരട് വോട്ടർ പട്ടിക പുറത്തുവന്നപ്പോൾ 15,000 വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്തായിരുന്നു. അതിൽ 9,000 BJP വോട്ടുകളായിരുന്നു. 11,000 വോട്ടർമാർ തങ്ങളുടെ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ബാക്കി 4,000 വോട്ടർമാർ ആരാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് 89 വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ കള്ളവോട്ടിലാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചതെന്ന് തെളിഞ്ഞിരുന്നു. അന്നത്തെ MLA അബ്ദുൾ റസാഖ് മരണപ്പെട്ടതുകൊണ്ട് അന്ന് കേസ് BJP പിൻവലിക്കുകയായിരുന്നു. അതുപോലെ വീണ്ടും വ്യാപക കള്ളവോട്ട് ചേർക്കാനുള്ള നീക്കമാണ് MLA AK അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. തിരിച്ചറിയാനും പ്രദേശത്ത് താമസമില്ലാത്തവരുമായ നിരവധി ആളുകളെ നീക്കം ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJPയുടെ നേതൃത്വത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയായ ലോകേഷ് നോണ്ട അപേക്ഷ നൽകിയപ്പോൾ ഓൺലൈനിൽ നൽകാൻ BLO ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ച് അപേക്ഷ സമർപ്പിച്ചപ്പോൾ പൗരത്വം തെറ്റായി നൽകിയിട്ടില്ല. സാങ്കേതികമായി ഉണ്ടായ പിശകിനെ ലോകേഷിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആവശ്യമെങ്കിൽ ഇതിനെതിരെ നിയമപരമായി നേരിടുമെന്നും ML അശ്വിനി വ്യക്തമാക്കി. BLOമാരെ ഭീഷണിപ്പെടുത്തി ചില പ്രത്യേക സമയത്ത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ MLAയുടെ നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർക്കപ്പെടുകയാണ്. ഒരു മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് വോട്ട് തള്ളിക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. മഞ്ചേശ്വരത്ത് മുഖ്യ എതിർ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് BJP പ്രവർത്തിക്കുന്നത്. വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് ഇനിയും തള്ളേണ്ട വോട്ടുകളുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കും. MLA എല്ലാ തരത്തിലും പരാജയപ്പെട്ടപ്പോൾ വർഗീയ ധ്രുവീകരണമുണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അശ്വിനി ആരോപിച്ചു. AK അഷ്റഫിക്ക് നന്നായിട്ട് അറിയാം. കാസർഗോഡ് ഫോമായ ശേഷം കാലകാലമായിട്ട് ഇവിടെ മുസ്ലിം ലീഗാണ് ഇവിടെ MLAമാരായിട്ടുള്ളത്. ഒരു തവണ മാത്രം 2006 എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2006 ഇപ്പോൾ ഉദുമത്തിലുള്ള MLA ശ്രീ CH കുഞ്ഞാമ്പു ആണ് അന്ന് ഒരു തവണ LDFന്റെ MLA ആയിട്ടുണ്ടായിരുന്നു. ഇത്ര വർഷങ്ങൾ അവിടെ MLA ആയി. അതായ ശേഷം നമുക്കറിയാം 2016 K. സുരേന്ദ്രേട്ടൻ മത്സരിച്ച സമയത്ത് 89 വോട്ട്സിക്കാണ് അന്ന് തോറ്റത്. അന്ന് നമുക്ക് ഒരു അന്വേഷണം നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായത് അവിടെ വ്യാപകമായിട്ടുള്ള കള്ള വോട്ടുകൾ നടന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടായിട്ട്. അപ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള തെളിവ് പറഞ്ഞാൽ 259 ഫേക്ക് വോട്ടേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടായത്. അതിൽ 10 ആൾക്ക് സമൻസ് കൊടുത്തിട്ടാകുമ്പോൾ ആ 10 ആളും ഫേക്ക് വോട്ടേഴ്സാണ് അറിഞ്ഞു. പക്ഷേ അന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് അബ്ദുൾ റസാഖ് മരണപ്പെട്ടത് കൊണ്ടാണ് അന്ന് BJP ആ കേസ് പിൻവലിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ആ കേസ് പിൻവലിക്കിട്ടില്ല. അന്ന് തന്നെ ഈ ലീഗിൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവട്ടെ. കാലകാലമായിട്ട് കള്ള വോട്ടുകൾ എടുത്തുകൊണ്ടാണ് അവിടെ മഞ്ചേശ്വരത്താവട്ടെ കാസർഗോഡാവട്ടെ ഇവിടെ MLAമാർ ജയിക്കുന്നുള്ളത്. ഈ പ്രാവശ്യം എന്തായെങ്കിലും ഓരോരോ വോട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാസർഗോഡിലും പിന്നെ മഞ്ചേശ്വരത്ത്. അതുകൊണ്ടാണ് നമ്മൾ ആ കള്ള വോട്ടുകൾ നടത്താൻ വേണ്ടിയിട്ട് വിടുന്നില്ല. ആ കള്ള വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് എടുക്കണം, അതും കൂടി ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോയിട്ടായിട്ട് BJP അത് വർക്ക് നടക്കുന്നുള്ളതാണ്. ഇതിലെന്താണ് തെറ്റിയായിട്ടുള്ളത്? നമുക്ക് ഓരോരോ വോട്ട് ജെനുവിൻ ആയിട്ടുള്ള വോട്ട് എടുത്തുകൊണ്ട് ജയിക്കട്ടെ, അല്ലാണ്ട് ഇങ്ങനെ കള്ള വോട്ടുകൾ എടുത്തുകൊണ്ട് ജയിക്കണ്ട. അറ്റ്ലീസ്റ്റ് ആ കള്ള വോട്ടുകൾ എടുത്തിട്ട് ജയിച്ചിട്ട് എന്താണ് ഇവിടെ ഡെവലപ്മെൻറ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കള്ള വോട്ടുകൾ എടുത്തുകൊണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം നമ്മൾ വിടാൻ പോകുന്നില്ല. അതല്ലാണ്ട് ഈ AK അഷ്റഫിക്ക് ഒരു ഇപ്പോൾ ഈ പ്രാവശ്യം തോൽക്കൂ എന്ന് പറയുന്ന ഒരു പേടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഓരോരോ ഡ്രാമ നടക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ലിംസ് കൺസോളിഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വർഗീയത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ ഇടയിൽ ഇങ്ങനെയുള്ള കോമുവാദി ക്രിയേഷൻ ചെയ്യുന്നുള്ളത്. അന്ന് ടോളിൻ്റെ വിഷയത്തിൽ
സമാധാനം ശാന്തിയായിട്ടുണ്ടായ ഒരു നമ്മളെ കോൺസ്റ്റിറ്റ്യൻസിനെ അശാന്തിയായിട്ട് ജനങ്ങളെ ഇടയിൽ എന്തൊക്കെയെല്ലാം ഉള്ള പോയിസൺ വെച്ചുകൊണ്ടും ജനങ്ങളെ മനസ്സ് ഉദ്രേകമാക്കി. ഇന്ന് BJP മുസ്ലിംസ് അല്ലെങ്കിൽ ലീഗിൻ്റെ വോട്ട് തള്ളുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിട്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മളെ ഈ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഗ്യാപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതേപോലെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ MLA ട്രൈ ആക്കുന്നുള്ളതാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, വൈസ് പ്രസിഡന്റ് P രമേശ്, സെൽ കോർഡിനേറ്റർ സുകുമാർ കുദ്രേപ്പാടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊലക്കേസുകളിൽ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോളിൽ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയായി CPIM രക്തസാക്ഷിത്വ ഫണ്ട് മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. രക്തസാക്ഷിത്വം പണം സമാഹരിക്കുവാനുള്ള വേദിയായി CPIM മാറ്റിയെന്നും ജനീഷ് കാസർഗോഡ് പറഞ്ഞു. അന്വേഷണം നടക്കുകയും CBI കോടതി 24 പ്രതികളുണ്ടായിരുന്നതിൽ 10 പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മുൻ MLA അടക്കമുള്ള ആളുകളെ 5 വർഷ കാലഘട്ടത്തിലേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. അതിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് തന്നെ ജാമ്യത്തിലുമാണ്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട 10 പ്രതികളിൽ ആദ്യ മാസം തന്നെ പിന്നിടുമ്പോൾ തന്നെ അവർക്ക് 30 ദിവസത്തെ ജാമ്യം പരോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നിൽക്കുമ്പോൾ പോലും ആ കേസിലെ 2 പ്രതികൾ പരോളിലാണ്. ബാക്കിയുള്ള ആളുകൾ 15 ദിവസത്തെ പരോൾ പൂർത്തീകരിച്ച് തിരികെ ജയിലിലേക്ക് പോയി. ഇപ്പോൾ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ വളരെ പ്രമാദമായ കൊലക്കേസുകളിൽ, രാഷ്ട്രീയ കൊലക്കേസുകളിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾക്ക് പോലും വളരെ നിർലോഭമായ രീതിയിൽ പരോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തിനകത്തുണ്ടാകും. പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ അവസാന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രതികൾക്കെല്ലാം തന്നെ പരോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നത്. പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ച് ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ വിവാഹമോ മരണമോ മറ്റെന്തെങ്കിലും ചികിത്സ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമാണ് പരോൾ കൊടുക്കേണ്ടത്. അതല്ലാത്ത പക്ഷം ജയിലിലെ നല്ല നടപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവരുടെയൊക്കെ വീട്ടിൽ എന്നും വിവാഹവും എന്നും കല്യാണമുള്ളതുപോലെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെ പല പ്രതികൾക്കും ഇങ്ങനെ നിർലോഭമായ രീതിയിൽ പരോൾ ലഭിക്കുകയാണ്. ഈ പരോൾ ലഭിച്ച് ഇവിടെ പുറത്തു വരുന്ന പ്രതികൾക്കൊന്നും തന്നെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. കാരണം അങ്ങനെയാണ് പരോളിൻ്റെ വ്യവസ്ഥ കൊടുക്കുന്നത്. പക്ഷെ അത് ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ ഇവിടെ വരാൻ സാധിക്കാത്ത പ്രതികൾ പരോളിൽ ഇറങ്ങുകയും അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാവുകയും അവരുടെ പരോൾ കാലാവധി ആഘോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള പണം എവിടെ നിന്നാണ്? CPM-നെ സംബന്ധിച്ച് രക്തസാക്ഷിത്വ ഫണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കൊലയാളികളെ അവർക്ക് പരോൾ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തിനകത്തുണ്ട്. ഒരു രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ ആ രക്തസാക്ഷിത്വം പണം സമാഹരിക്കാനുള്ള ഒരു അവസരമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നു. ആ രക്തസാക്ഷി ഫണ്ട് ഉപയോഗിച്ച് കൊലയാളികളെ തീറ്റിപ്പോറ്റുകയാണ് സംസ്ഥാനത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതിന് ധനരാജിൻ്റേതുൾപ്പെടെയുള്ള രക്തസാക്ഷിത്വ ഫണ്ടിൽ നിന്ന് പണം പോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കൊലയാളികളെ സംരക്ഷിക്കാനും അവർ പരോളിൽ ഇറങ്ങുമ്പോൾ അവർക്കുള്ള പോക്കറ്റ് മണിയായി നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചന്ദ്രഗിരി പാതയിൽ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. റോഡ് പൊളിച്ചിട്ടതോടെ പൊടിശല്യവും രൂക്ഷമാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ചെമ്മനാട്ട് റോഡ് ഉപരോധിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പൊടിപടല മലിനീകരണത്തിനെതിരെ ചെമ്മനാട് കൂട്ടായ്മ ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു. 45 ദിവസമായി ചെമ്മനാട്ടുകാർ കോൺക്രീറ്റ് മിശ്രിത സിമന്റ് പൊടിയാണ് ശ്വസിക്കുന്നത്. 4000 കുട്ടികൾ പഠിക്കുന്ന 3 വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് പൊടിപടലങ്ങൾ കാരണം സ്കൂളിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. കച്ചവട സ്ഥാപനങ്ങളിലെ ഭക്ഷ്യവസ്തുക്കൾ പൊടി കാരണം ഭക്ഷ്യയോഗ്യമല്ലാതാവുന്നത് പതിവാണ്. ഇരുചക്ര വാഹന യാത്രക്കാർ പൊടി ശ്വസിച്ച് വാഹനമോടിക്കേണ്ട ഗതികേടിലാണ്. ഈ സാഹചര്യത്തിൽ പൊടിപടല മലിനീകരണത്തിന് ഒരു പരിഹാരം ആവശ്യപ്പെട്ട് ചെമ്മനാട് കൂട്ടായ്മ ബന്ധപ്പെട്ട ഇടങ്ങളിൽ പരാതി നൽകുകയും അധികൃതരെ സമീപിക്കുകയും ചെയ്തിരുന്നു. നടപടിയില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം 10 മണിക്കൂർ ധർണയും നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഇന്ന് റോഡ് എമുൽഷൻ ചെയ്ത് ലോക്ക് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു.
എന്നാൽ ആ പ്രവൃത്തി തുടങ്ങാത്ത സാഹചര്യത്തിലാണ് ചെമ്മനാട് കൂട്ടായ്മ റോഡ് ഉപരോധിച്ചത്. ഇതൊന്നു വേണം പരിഹാരം. 3-4 ദിവസങ്ങളിലായിട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. പല ദിക്കിലും കളക്ടറിന്റെ ഓഫീസ് വരെ നിവേദനം കൊടുത്ത്, മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത്, ഇത് നടക്കുന്ന ഇത് ഏറ്റെടുത്ത കോൺട്രാക്ടർമാരെ പോയി കണ്ട്, PW ഓഫീസിലെ കണ്ട്, എല്ലാവരും കണ്ട് ഇതുവരെ ഒരു ഇതിനുള്ള ഫോം വഴിയും ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താവും തന്നെ നമുക്ക് അറിയില്ല. എല്ലാവരും സുക്കടും മറ്റും കുടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. റോഡ് ഉപരോധത്തിന് കൂട്ടായ്മ കൺവീനർ അബ്ദുൽ ഖാദർ BH, ട്രഷറർ ഷാജഹാൻ ആലിച്ചേരി, CH സാജു, ഹനീഫ് മുണ്ടാങ്കുളം, KT നിയാസ്, ഹഫീസ് ഷംനാട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതിൻ്റെ ആഹ്ലാദത്തിൽ. വികസനോന്മുഖ പ്രവർത്തനങ്ങളും ആരോഗ്യ ശുചിത്വ കാര്യങ്ങളിലെ ഇടപെടലുകളും പരിഗണിച്ചാണ് ശ്രദ്ധേയമായ ഈ അംഗീകാരം തേടിയെത്തിയത്. പദ്ധതി ചെലവിലും നികുതി പിരിവിലും 100% പൂർത്തിയാക്കുകയും നിരവധി വികസന പ്രവർത്തനങ്ങൾ കാലയളവിൽ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഒരുക്കിയ പച്ചത്തുരുത്തിന് നേരത്തെ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും നേടിയിരുന്നു. സർക്കാർ ഫണ്ടുകൾ, തനതു ഫണ്ടുകൾ എന്നിവയ്ക്കപ്പുറം മറ്റു ഫണ്ടുകൾ സ്വരൂപിച്ച് അർഹരായവർക്ക് ക്ഷേമപ്രവർത്തനം നടത്തിയതും ഈ അംഗീകാരത്തിന് കാരണമായി. പഞ്ചായത്ത് ദിനാഘോഷ ചടങ്ങിൽ അവാർഡ് അന്നത്തെ ഭരണസമിതി അംഗവും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായ സാജിദ സഫറുള്ളയും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് ഏറ്റുവാങ്ങും. തൃക്കരിപ്പൂരിന്റെ പൊതു ആഹ്ലാദമായി സ്വരാജ് ട്രോഫി അംഗീകാരം കാണുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ജില്ലയിൽ 1ാം സ്ഥാനം സ്വരാജ് ട്രോഫി നേടാനായത് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ആഹ്ലാദത്തിലാണ്. ശുചിത്വം, ആരോഗ്യം, പദ്ധതി വിഹിതം ചെലവഴിക്കൽ, 100% നികുതി പിരിവിലും നേട്ടം കൈവരിച്ചതാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഈ വർഷം സ്വരാജ് ട്രോഫി നേടാൻ സാധിച്ചത്. മുൻ ഭരണസമിതി അംഗങ്ങൾ, ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്തിലെ മുഴുവൻ ജീവനക്കാർ, ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങി എല്ലാവർക്കും ഈ ആഹ്ലാദത്തിൽ നന്ദി അറിയിക്കുന്നു. ടീം വർക്കിലൂടെ നേടിയ അവാർഡാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള പാരാമെഡിക്കൽ ടെക്നീഷ്യൻസ് യൂണിയൻ KPMTUവിൻ്റെ പ്രഥമ സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ കോഴിക്കോട് CITU സെന്ററിൽ നടന്നു. സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലെ പാരാമെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ തൊഴിലും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കേരള പാരാമെഡിക്കൽ ടെക്നീഷ്യൻ യൂണിയൻ KPMTUവിൻ്റെ പ്രഥമ സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ കോഴിക്കോട് CITU സെന്ററിൽ നടന്നു. സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കോർഡിനേറ്റർ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൗൺസിൽ അംഗം KN ഗിരീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അലൈഡ് ഹെൽത്ത് കൗൺസിൽ അംഗം ഡോക്ടർ രജതീഷ് റൊട്ടീൻ മൈക്രോബയോളജി ടെസ്റ്റുകൾ എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. വർക്കിംഗ് ടെക്നീഷ്യന്മാരുടെ തുടർ പഠന സാധ്യതകൾ എന്ന വിഷയത്തിൽ IITS റിസർച്ച് ആൻഡ് പോളിസി സ്റ്റഡീസ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഷൗക്കത്ത് അലി ക്ലാസ് എടുത്തു. സമ്മേളനത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K സുരേന്ദ്രൻ, തൃശൂർ ജില്ലാ കോർഡിനേറ്റർ നസീർ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷക്കീർ അലി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ജമീല, വയനാട് ജില്ലാ സെക്രട്ടറി നന്ദന ശരോൺ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷീബ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുപ്രഭ, പ്രമോദ് വളയം, സജി ആന്റണി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി അബു യാസർ KP സ്വാഗതവും ട്രഷറർ സുകുമാരി അജയ് ഘോഷ് നന്ദിയും പറഞ്ഞു. കൺവെൻഷനിൽ സംഘടനയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന കോർഡിനേറ്ററായി മനോജ് കുമാറിനെ തെരഞ്ഞെടുത്തു. K സുരേന്ദ്രനാണ് പ്രസിഡന്റ്. കാസർഗോട്ട് നിന്നുള്ള അബു യാസർ KP ആണ് ജനറൽ സെക്രട്ടറി. സുകുമാരി അജയ് ഘോഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ലിസി ജോസ്, സജി ആന്റണി, സക്കീർ അലി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും നസീർ, പ്രമോദ്, നബീൽ KV എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് സ്വകാര്യ ആരോഗ്യ മേഖലയിലെ പാരാമെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ വേതന സേവന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനും
തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ശക്തമായ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബോവിക്കാനം AUP സ്കൂൾ കുട്ടികൾ വനയാത്ര നടത്തി. പ്രകൃതി പഠനത്തിന്റെ ഭാഗമായാണ് 150 വിദ്യാർത്ഥികളുമായി ചമ്പിലാക്കൈ വനം സന്ദർശിച്ചത്. പ്രകൃതി പഠനത്തിന്റെ ഭാഗമായാണ് ബോവിക്കാനം AUP സ്കൂളിലെ 150 വിദ്യാർത്ഥികളുമായി ചമ്പിലാക്കൈ വനം സന്ദർശിച്ചത്. പുഴയറിവും കാടറിവുമായി കുട്ടികൾ ഒരു ദിവസം മുഴുവൻ പഠനയാത്ര നടത്തി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ സുനിൽ, ജിഷ്ണു, രവി എന്നിവർ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ യാത്ര കോർഡിനേറ്റ് ചെയ്തു. HM പ്രേമബിന്ദു, K രാധാകൃഷ്ണൻ, സുമിത്ര, ദീപ, സുജീഷ്, സുരേഷ് PV, ഗോകുൽ, രഞ്ജിത്ത് എന്നീ അധ്യാപകരും PTA പ്രസിഡന്റ് റാഷിദ്, എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബോവിക്കാനം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ റമദാനിനെ ധന്യമാക്കണമെന്ന് പ്രമുഖ വ്യവസായി യഹ്യ തളങ്കര. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ ഭാരവാഹികളുടെയും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളുടെയും മണ്ഡലത്തിലെ പ്രധാന ഭാരവാഹികളുടെയും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശുദ്ധ റമദാൻ മാസം ആത്മീയ നവീകരണത്തിന്റെയും മാനവിക മൂല്യങ്ങളുടെ പുനരുജ്ജീവനത്തിന്റെയും മാസമാണെന്നും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ റമദാനിനെ ധന്യമാക്കാൻ KMCC മുൻപന്തിയിൽ ഉണ്ടാകണമെന്നും ദുബായ് KMCC ജനറൽ സെക്രട്ടറിയും പ്രമുഖ വ്യവസായിയുമായ യഹ്യ തളങ്കര അഭിപ്രായപ്പെട്ടു. വെസ്റ്റ് എബ്സ്റ്റൺ പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ ഭാരവാഹികളുടെയും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളുടെയും മണ്ഡലത്തിലെ പ്രധാന ഭാരവാഹികളുടെയും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR മേൽപ്പറമ്പ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി, സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമ്മൽ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ മുനീർ ബേരിക്ക, സലീം ചേരങ്കൈ, KMCC ജില്ലാ ഭാരവാഹികളായ CH നൂറുദ്ദീൻ, ഇസ്മായിൽ നാലാംവാതുക്കൽ, സുബൈർ അബ്ദുള്ള, ഹനീഫ ബാവ, ഫൈസൽ മൊഹസിൻ, PD നൂറുദ്ദീൻ, ബഷീർ പാറപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇസ്മായിൽ മൊഗ്രാൽ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. ആതുരാലയ വളപ്പിൽ കൂട്ടായ്മയുടെ കരുത്തിൽ വിളയിച്ചെടുത്ത പച്ചക്കറി കൃഷി വിളവെടുപ്പ് തുടങ്ങി. തക്കാളിയും വഴുതിനയും പച്ചമുളകും വെണ്ടയുമെല്ലാം തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിൽ തയ്യാറാക്കിയ ആരോഗ്യോദ്യാനത്തിൽ സമൃദ്ധമായി കായ്ച്ചു. സ്ഥാപന അധിഷ്ഠിത പച്ചക്കറി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ആശാപ്രവർത്തകരും ചേർന്ന് 1/2 ഏക്കർ വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്തത്. കൃഷിയിടത്തിൽ വെള്ളരി, തണ്ണിമത്തൻ, ദീർഘകാല പച്ചക്കറി വിളകളായ അകത്തി, ചീര, പപ്പായ, കറിവേപ്പില, മുരിങ്ങ തുടങ്ങിയവയും പദ്ധതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഫലകൃഷിക്കായി കൃഷിവകുപ്പിന്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50,000 രൂപയുടെ ധനസഹായം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കൃഷിക്ക് നൽകുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിൽ നടന്ന പച്ചക്കറി വിളവെടുപ്പ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം M ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാമദാസ് മുഖ്യാതിഥിയായിരുന്നു. ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പിറകിൽ ഒരാൾ എന്തായാലും ഉണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ ഇത്രയും കൂടില്ല. അത് എനിക്കൊന്നും എല്ലാവരും പറഞ്ഞു. അല്ല, അത് പറയേണ്ട ആവശ്യമില്ല, അത് വലിയ അത് നിങ്ങൾ ശശിയേട്ടെന്ന് പറയണ്ട. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് അഷ്റീഫ, ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ DL സുമ, നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV ചൈതന്യ, ഡോക്ടർ ധന്യ മനോജ്, കൃഷി അസിസ്റ്റന്റുമാരായ EC ഉഷ, K സജിത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം സീനിയർ ക്ലർക്ക് RK അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കുടുംബാരോഗ്യ ജീവനക്കാരായ KV ശശിധരൻ, RK അനീഷ് കുമാർ, ആശാവർക്കർമാർ തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വം നൽകി വരുന്നത്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അടുക്കത്ത് ബയൽ മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനം നടന്നു. KS അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ മുഖ്യാതിഥിയായിരുന്നു. പുതുതായി നിർമ്മിച്ച അടുക്കത്ത് ബയൽ മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് KS അലി തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് KA അബ്ദുൾ കരീം സിറ്റി ഗോൾഡ് അധ്യക്ഷത വഹിച്ചു. മാലിക് ദിനാർ ഖത്തീബ് അബ്ദുൾ മജീദ് ബാഖഫി കൊടുവള്ളി വഖഫ് നിർവഹിച്ചു. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ മുഖ്യാതിഥിയായി. സിറാജുദ്ദീൻ അൽ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തി.
ജമാഅത്ത് ജനറൽ സെക്രട്ടറി മഹ്മൂദ് സഫർ, ഖത്തീബ് ഇബ്രാഹിം സഖാഫി, അൽബയാൻ വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഹാഫിസ് ഹാഷിം അസനി, ട്രഷറർ TK മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ നടന്നു. KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ബഡ്ജറ്റിൽ കുടിശ്ശിക അടക്കം തരുമെന്ന് പറഞ്ഞിട്ടും പെൻഷൻകാരുടെ 32 മാസത്തെ ക്ഷമാശ്വാസ കുടിശ്ശികയും ഫെബ്രുവരിയിലെ 3% ക്ഷമാശ്വാസവും കവർന്നെടുത്ത സർക്കാർ നടപടി എന്നാരോപിച്ചായിരുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചത്. നേരത്തെ നിഷേധിച്ച 190 മാസത്തെ കുടിശ്ശിക കൂടിയാകുമ്പോൾ 5.5 ലക്ഷം പെൻഷൻകാരുടെ 222 മാസത്തെ ക്ഷമാശ്വാസ കുടിശ്ശികയാണ് നഷ്ടമായതെന്നും ഇവർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് MK ദിവാകരന്റെ അധ്യക്ഷതയിൽ ഹോസർ ബാങ്ക് ഹാളിൽ ചേർന്ന പ്രവർത്തക കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഓരോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. ഇന്ന് പത്രം നോക്കിയപ്പോൾ ഏറ്റവും അവസാനത്തെ ആനുകൂല്യ പ്രഖ്യാപനം കണ്ടു. സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് 5% വർധനവ് പറഞ്ഞപ്പോൾ ആദ്യം 2%, 2% കൂട്ടും, വീണ്ടും 3% കൂട്ടും. ഇത്രയും കാലം കാത്തു നിൽക്കേണ്ടി ഒന്ന് കൊടുക്കാമോ? മെഡിസഫിന്റെ ആനുകൂല്യം എമൗണ്ട് വർദ്ധിപ്പിച്ചു, മറ്റ് ആനുകൂല്യങ്ങൾ കുറച്ചു കൊണ്ടുവരും. എല്ലാ തരത്തിലും ഇതാണ് സാഹചര്യമുള്ളത്. പക്ഷെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെക്കുറിച്ചും അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നതിനും ASSP നടത്തിയ ഇടപെടലുകളെ കുറിച്ചൊന്നും ഞാനിവിടെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സമയം എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഇലക്ഷൻ പ്രവർത്തനത്തിൽ, അത് ബൂത്ത് ക്യാമ്പയിൻ അടക്കം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്തായാലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് എടുക്കുന്ന കാര്യത്തിലായാലും പോളിംഗ് ബൂത്തിലിരിക്കുന്ന ഏജന്റുമാർക്ക് ക്ലാസ് എടുക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ASSPയുടെ സേവനങ്ങൾ ചെറുതല്ല. കഴിഞ്ഞ പ്രിയങ്കരനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ 2 തെരഞ്ഞെടുപ്പ് വിജയത്തിലും നിങ്ങളെടുത്ത സമീപനവും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അനുസ്മരിക്കും. സംഘടനയിൽ വിവിധ കമ്മിറ്റികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട PC സുരേന്ദ്രൻ നായർ, C രത്നാകരൻ, TK എവുജിൻ, സരോജിനി K, P ദാമോദരൻ നമ്പ്യാർ, KM വിജയൻ, DCC ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്ത KSSPA അംഗം ജോർജ് മാത്യു, ജില്ലാ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ജില്ലാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ, സംസ്ഥാന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റുകളിൽ ഷോട്ട് പുട്ടിൽ 1ാം സ്ഥാനവും ജാവലിംഗ് ത്രോയിൽ, ഡിസ്കസ് ത്രോയിലും 2ാം സ്ഥാനവും ലഭിച്ച PM അബ്രഹാം, മാർഗം കളി കലാരംഗത്ത് സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് ജോണി TJ എന്നിവരെ ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. ജില്ലാ ട്രഷറർ ചന്ദ്രൻ നാലപ്പാടം, വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, PP ബാലകൃഷ്ണൻ, കുഞ്ഞാമിന M, E മോഹനൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവീകരിച്ച കൊത്തിക്കാൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നടന്നു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കൊത്തിക്കാലിൽ നവീകരിച്ച മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇശാ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം ചെയ്തു. ഇതിനുവേണ്ടി സഹായിച്ച ഒരു സഹോദരൻ ആരിഫ്, അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് അദ്ദേഹം ഇത് നല്ല രീതിയിൽ അത് പുതുക്കിപ്പെടുകയും നാം സംഭവിച്ചു. കാരണം ആളുകൾ വാക്കുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റു പല രീതിയിലും ഇതിനെ സഹായിച്ച സാഹചര്യ വ്യക്തിത്വങ്ങൾ കൂടിയാണ്. അള്ളാഹു ഏതെല്ലാ രീതിയിലാണ് ആരെല്ലാമാണ് സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിച്ച് ചെയ്തത്, അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹുവിനോട് നൽകിയിരിക്കുന്നു. അവരുടെ ജോലിയിലും കച്ചവടത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യും. ഈ പള്ളി നിർമ്മിക്കാൻ പഴയകാലത്ത് ഇതിനെ സഹായിച്ച ആളുകളുണ്ട്, നമ്മോടൊപ്പം ഇല്ലതാണ് പല ആളുകൾ. ജമാഅത്ത് ജനറൽ സെക്രട്ടറി നൌഷാദ് കൊത്തിക്കാൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ഹസൻ ഹാജി കൊത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ഭാരവാഹികളായ കപ്പണക്കാൽ മുഹമ്മദ് കുഞ്ഞി, PM അഷ്റഫ്, റാഷിദ് മണ്ടിയൻ, VP അഷ്റഫ്, ജമാഅത്ത് ഖത്തീബ് മൻസൂർ ഫൈസി, UAE കമ്മിറ്റി പ്രസിഡന്റ് ആരിഫ്, സെക്രട്ടറി PM ഫൈസൽ, മുൻ ഭാരവാഹികളായ CH മുഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് ഹാജി കൊത്തിക്കാൽ, സുലൈമാൻ ഫൈസി, ബഷീർ വെള്ളിക്കോത്ത്, A ഹമീദ് ഹാജി, A അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. നവീകരണ പ്രവർത്തനം നടത്തിയ ആരിഫ് കൊത്തിക്കാലിന് റഷീദ് അലി തങ്ങൾ സ്നേഹോപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പെരളത്ത് വയൽ അരയാൽ കീഴിൽ ശ്രീ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ പി മോഹൻദാസ് KV കൃഷ്ണന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പെരളത്ത് വയൽ അരയാൽ കീഴിൽ ശ്രീ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശോത്സവവും കളിയാട്ടവും ഏപ്രിൽ 10 മുതൽ 13 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഏപ്രിൽ 10 രാവിലെ കലവറ നിറയ്ക്കൽ, വൈകിട്ട് 5 മണിക്ക് ആചാര്യൻ ശ്രീധരൻ വാരിക്കാട്ട് തായരെ പൂർണ്ണകുംഭത്തോടെ കൂടി സ്വീകരിക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ മുനീർ ഹുദവി വിളയിൽ മലപ്പുറം പ്രഭാഷണം നടത്തും. തുടർന്ന് നൃത്യങ്ങൾ അരങ്ങേറും. ഏപ്രിൽ 11 രാവിലെ 7 മണിക്ക് മഹാഗണപതി ഹോമം, തുടർന്ന് വിവിധ പൂജാതി കർമ്മങ്ങൾ. ശേഷം 11 മണിക്ക് നാഗപൂജ, രാത്രി 7 മണിക്ക് നൃത്തസന്ധ്യ. ഏപ്രിൽ 12 8:18 മുതൽ 10:21 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവപ്രതിഷ്ഠ നടക്കും. പുനഃപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബ്രോഷറിന്റെ പ്രകാശനം നടന്നു. ആഘോഷ കമ്മിറ്റി കൺവീനർ പി മോഹൻദാസ് KV കൃഷ്ണൻ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് പുതിയപുരയിൽ അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ട്രഷറർ പി രാധാകൃഷ്ണൻ നായർ, ക്ഷേത്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബാലഗോപാലൻ പെരളത്ത്, ട്രഷറർ മധു വടക്കിനി, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സരസൻ പുതിയപുരയിൽ, ട്രഷറർ CP ഉണ്ണികൃഷ്ണൻ നായർ, മുൻ പ്രസിഡന്റ് ദാമു അടുക്കത്തിൽ, രക്ഷാധികാരി കുട്ടിയൻ കുന്നുമ്മൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് മൊട്ടമ്മൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാസപ്പിറവി കണ്ടില്ല. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം വ്യാഴാഴ്ച മുതൽ. മഞ്ചേശ്വരം ബന്ദിയോട് സർവീസ് റോഡിലുണ്ടായ കൂട്ട വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മംഗളൂരു സ്വദേശിയായ നിരഞ്ജനാണ് മരിച്ചത്. സുഹൃത്തിന് ഗുരുതരം. പരാജയഭീതി മൂലം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മതസ്പർദ്ധയുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായി BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. എല്ലാ തരത്തിലും പരാജയപ്പെട്ടപ്പോൾ വർഗീയ ധ്രുവീകരണമുണ്ടാക്കുവാനാണ് MLA ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും ML അശ്വിനി. കൊലക്കേസുകളിൽ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോളിൽ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയായി CPIM രക്തസാക്ഷിത്വ ഫണ്ട് മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. രക്തസാക്ഷിത്വം പണം സമാഹരിക്കുവാനുള്ള വേദിയായി CPIM മാറ്റിയെന്നും ജനീഷ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതിന്റെ ആഹ്ലാദത്തിൽ. വികസനോന്മുഖ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് ഈ അംഗീകാരം. KPMTUവിന്റെ പ്രഥമ സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ കോഴിക്കോട് CITU സെന്ററിൽ നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബോവിക്കാനം AUP സ്കൂൾ കുട്ടികൾ വനയാത്ര നടത്തി. പ്രകൃതി പഠനത്തിന്റെ ഭാഗമായാണ് 150 വിദ്യാർത്ഥികളുമായി ചമ്പിലാക്കൈ വനം സന്ദർശിച്ചത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.